ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനിയിൽ കണ്ട പോലെ കഴിഞ്ഞ മാസത്തെ P&L ആണ്. ഇന്നിപ്പോൾ 2-ാം തീയതിയാണ് ഒരു പുതിയ മാസം സ്റ്റാർട്ട് ചെയ്ത്. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഓഗസ്റ്റ് ആണ്. കഴിഞ്ഞ ജൂലൈ മന്തിലെ P&L ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ജൂലൈ 1 തൊട്ടിട്ട് 31-ാം തീയതി വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ലോട്ട് സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇതുവരെ 2 ലോട്ടിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ തൊട്ടിട്ട് 3 ലോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം P&L നോക്കാം. ഇത് ഫ്ലാറ്റ് ട്രേഡാണ്. ഫ്ലാറ്റ് ട്രേഡിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കൽ. ആദ്യം നമുക്ക് P&L ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അതിനുശേഷം ലോട്ട് സൈസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം. സോ അതിൻ്റെ P&L നോക്കുകയാണെങ്കിൽ ഇവിടെ റെഫറൻ്റ് ആണ്. എൻ്റെ അവിടെ പോയി നോക്കാം. റെഫറൻ്റ് ആണ് ഇപ്പോൾ വരും. കഴിഞ്ഞ മാസം ഞാൻ ചെയ്തത് 2 ലോട്ടിലാണ്. 2 ലോട്ടിൽ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ലോട്ടിൽ ചെയ്യുമ്പോൾ 1 lakh വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു ലോട്ടിന് 50,000 എന്നുള്ള രീതിയിൽ. അത് നോർമലി 30 പോയിൻ്റാണ് ഞാൻ ടാർഗറ്റ് വെക്കൽ. നോർമലി ഞാൻ 30 പോയിൻ്റാണ് ടാർഗറ്റ് വെക്കൽ. 30 പോയിൻ്റ് ടാർഗറ്റും 6 പോയിൻ്റ് SL ആണ് വെക്കൽ. ചില കേസിൽ മാത്രം 50 പോയിൻ്റ് വെക്കലുണ്ട്. കഴിഞ്ഞ മാസം 50 പോയിൻ്റ് വെച്ചതുകൊണ്ട് പക്ഷേ 50 പോയിൻ്റ് ഒന്നും അടിച്ചില്ല എന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കി നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. കസ്റ്റം ഡേറ്റ് റേഞ്ച് അടിച്ചു കൊടുക്കാം. അതിൽ ഡേറ്റ് ജൂലൈ 1 കൊടുക്കാം. ടു ഡേറ്റ് ജൂലൈ 31 കൊടുക്കാം. ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. കഴിഞ്ഞ മാസം 2 ലോട്ടിൽ പറയുമ്പം കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ 2 ലോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറേ ടൈമായിട്ട് ഞാൻ 2 ലോട്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ലോട്ട് മാറ്റണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. പക്ഷേ അത്രയും നല്ല കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം മാറ്റാന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ആയത്. ഈ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ട് 2 ലോട്ടിൽ തന്നെയാണ്. അപ്പോൾ അത്രയും നല്ല കോൺഫിഡൻ്റ് ആയി 3 ലോട്ടിലുള്ള ലോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇമോഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അത്രയും നല്ല കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ 3 ലോട്ടിലേക്ക് മാറിയത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ മാസം P&L നോക്കി നോക്കാം. ഇവിടെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ അടിക്കുകയാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞ മാസത്തെ P&L ആണെന്ന് 4,800 പറയുമ്പോൾ വലിയ ഹ്യൂജ് പ്രോഫിറ്റും കാര്യങ്ങളൊന്നുമല്ല, ഒരു ആവറേജ് പ്രോഫിറ്റാണ്. 1 lakh വെച്ചിട്ട് 4,800 പറയുമ്പോൾ 4-5% ആണ് കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ശരിക്കും വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 10% അല്ലെങ്കിൽ 20% ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എന്ന് പറയാം. ഇത് വലിയ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില മാസങ്ങളിൽ ലോസും വരാറുണ്ട്, ചില മാസങ്ങളിൽ ബ്രേക്ക് ഈവൺ ആവാറുണ്ട്. സോ അങ്ങനെ ലോസും ബ്രേക്ക് ഈവൺ ഒക്കെ വരുന്ന സമയത്ത് പ്രോഫിറ്റ് വരുന്ന മാസം ശരിക്കും ഹ്യൂജ് പ്രോഫിറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ലോസും അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ ആയിട്ടുള്ള മാസവും ഒക്കെ കൂടെ നോക്കിയിട്ട് ആവറേജ് അത്യാവശ്യം നല്ല റിട്ടേൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് വരുന്ന മാസങ്ങളിൽ ശരിക്കും ഇത്ര കിട്ടിയാൽ പോരുത്, ശരിക്കും കുറവാണ്. പക്ഷേ കുഴപ്പമില്ല, എല്ലാ രീതിയിലുള്ള മാസങ്ങളും ഉണ്ടാവും. ഹ്യൂജ് പ്രോഫിറ്റ് ഉള്ളതുണ്ടാവും, അതേപോലെ പ്രോഫിറ്റ് കുറഞ്ഞതുണ്ടാവും, ബ്രേക്ക് ഈവൺ ഉണ്ടാവും, ലോസ് വന്നതുണ്ടാവും. ഒരു കേസ് മാത്രം ഉണ്ടാവില്ല, ഹ്യൂജ് ലോസ് വന്നത് മാത്രം ഒരു മന്തും ഉണ്ടാവില്ല. കാരണം നമ്മൾ ലോസ് എപ്പോഴും ഡിഫൈൻഡ് ആണ്. ലോസ് റൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ലോസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ലോസ് എന്തായാലും പോകില്ല. അപ്പോൾ ഹ്യൂജ് ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് അങ്ങനത്തെ ലോസും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് വലിയ ലോസ് ഒരിക്കലും വരില്ല. ലോസ് വരികയാണെങ്കിൽ തന്നെ കഴിഞ്ഞ മാസം ലോസ് ആണ്, പക്ഷേ കഴിഞ്ഞ ലോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും ആ ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ലോസേ ഉണ്ടാവുള്ളൂ. ഒരു മീഡിയം ലെവലിലുള്ള ലോസേ വരുള്ളൂ. ആ ലെവലിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് അത് കൂളായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് വരാൻ കഴിയും, അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അതല്ലാതെ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ഒക്കെ ചെയ്തിട്ട് വരുത്തുന്ന ഹ്യൂജ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ലോസിൽ നിർത്താൻ ശ്രമിക്കാം. പ്രോഫിറ്റ് വന്നോളൂ, പ്രോഫിറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും പ്രോഫിറ്റ് വരുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ ഓവറോൾ പ്രോഫിറ്റിലാകാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ ഹ്യൂജ് ലോസ് വരുത്തുന്നതുകൊണ്ടായിരിക്കും. ആ ഹ്യൂജ് ലോസ് എന്നുള്ളൊരു സംഭവം മാത്രം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ മതി. അതല്ലാതെ ചെറിയ ലോസ്, പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരമുള്ള ലോസ് നിങ്ങൾ എത്ര വരുത്തിയാലും നിങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയും. പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം ചെറിയ ലോസ് നിങ്ങൾ വരുത്താണെന്നുണ്ടെങ്കിൽ ആ ലോസ് കൂടി എത്ര വരെ പോയാലും പ്രോപ്പർ സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അതല്ലാതെ സ്ട്രാറ്റജിക്ക് പുറമെ നിങ്ങൾ ട്രേഡ് എടുത്തോ, ഓവർ ട്രേഡ് ചെയ്തോ, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് ചെയ്തോ, അങ്ങനെയൊക്കെ പോയിട്ട് വരുത്തുന്ന വലിയ ലോസുകൾ നിങ്ങൾ പ്രോപ്പർ സിസ്റ്റം പ്രകാരം ചെറിയ ലോട്ടിൽ സാവധാനം പോയി റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ,
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ വെക്കാം. സോ കഴിഞ്ഞ മാസത്തെ പിന്നെ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ദിവസം ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഈ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ 1, 2 ഇതൊക്കെ ശനി ഞായറാണ് ഏറ്റവും മേലെയുള്ള ഏറ്റവും അടിയുള്ളത്. അതിന് പുറമെ ഇത് 1, 2, 3, 4, 5, 6 ദിവസമൊക്കെ ട്രേഡ് ഇല്ലാത്തതുണ്ട്. ഇനി 6 ദിവസം ഇവിടെ ഒരു ദിവസമുണ്ട് 7 ദിവസം. സോ 7 ദിവസം കഴിഞ്ഞ മന്ത് നോക്കുകയാണെങ്കിൽ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളാണ് ഇനി. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് 2-3 മാസം കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിൻ്റെ എണ്ണം അത്രയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രേഡിൻ്റെ എണ്ണം കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഈ ദിവസമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3682 3600 പറയുമ്പോൾ ഏകദേശം 1, 2, 4 ട്രേഡ് ഉണ്ട്. 4 ട്രേഡ് SL അടിച്ച ദിവസമായിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളും വരലുണ്ട്. 4 ട്രേഡ് SL അടിച്ച ദിവസങ്ങളൊക്കെ വരലുണ്ട്. സോ ഒരു ദിവസം തന്നെ 4 ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അത് പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ്, പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി 4 ട്രേഡ് കിട്ടിയതുകൊണ്ട് 4 എടുത്ത്. അതേപോലെ തന്നെ 7 ദിവസം ട്രേഡ് എടുക്കാത്തതുണ്ടേനി. അത് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഒട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് പ്രോപ്പറായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് എൻട്രി ഒന്നും എടുക്കാത്തതാണ്. സോ അങ്ങനെ 2 രീതിയിലും വരലുണ്ട്. ഞാൻ ഒരു ദിവസം ഇത്ര എൻട്രി എന്നുള്ള രീതിയിലൊന്നല്ല നോക്കൽ. പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി പ്രകാരം വരികയാണ്, എൻ്റെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എനിക്ക് ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റും, ആ രീതിയിലാണെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് വരുമ്പോൾ കണ്ണും പൂട്ടി ട്രേഡ് എടുക്കും. ഇനി പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് ഒന്നും വന്നില്ല, അത് അങ്ങനെ എടുത്തിട്ട് ഇനി അത് SL ആണെങ്കിലും കുഴപ്പമില്ല, ടാർഗറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എത്ര SL ആയാലും കുഴപ്പമില്ല, എത്ര ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, അത് ഹാപ്പി ആയിട്ട് അത് കിട്ടിയതായിട്ട് ഞാൻ പോകും. അതല്ല പ്രോപ്പറായിട്ടുള്ള സാധനമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുകയില്ല. ഓക്കെ, സോ അത്രയാണ് കഴിഞ്ഞ മാസത്തെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ലോട്ട് സൈസ് കൂട്ടിയത്. ലോട്ട് സൈസ് ഞാൻ 2 ലോട്ടിൽ നിന്ന് 3 ലോട്ടിലേക്കാണ് മാറിയത്. അപ്പോൾ അതിൽ വന്ന വ്യത്യാസങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ എടുക്കുന്ന സമയത്ത് ഞാൻ നോർമലി 6 പോയിൻ്റ് SL-ഉം 30 പോയിൻ്റ് ടാർഗറ്റാണ് വെക്കൽ. അപ്പോൾ 6 പോയിൻ്റ് SL വെക്കുമ്പോൾ എനിക്ക് ലോസ് വരൽ 900 രൂപയും 30 പോയിൻ്റ് ടാർഗറ്റ് വെക്കുമ്പോൾ 4500 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് വരൽ. 900 രൂപ ലോസ്, 4500 രൂപ പ്രോഫിറ്റ്. അത് അതേപോലെ തന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ 50 പോയിൻ്റ്, കഴിഞ്ഞ മാസം 50 പോയിൻ്റ് കിട്ടിയൊന്നുമില്ല. ഹയസ്റ്റ് പ്രോഫിറ്റ്, മോസ്റ്റ് പ്രോഫിറ്റബിളുടെ 4500 തന്നെയാണ്. 7500 പോയില്ല. ടാർഗറ്റ് അതിലേക്ക് വെച്ചിട്ടുണ്ടായതുകൊണ്ട്, പക്ഷെ ഒന്നും അടിച്ചില്ല. അതുകൊണ്ട് 4500 തന്നെയാണ് ഹയസ്റ്റ് പ്രോഫിറ്റ്. സോ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് അടിക്കലുണ്ട്. അടിക്കുന്ന സമയത്ത് 7500 ആയിരിക്കും പ്രോഫിറ്റ് ഇതുവരെ. പക്ഷെ ഇനി അങ്ങോട്ട് SL എന്ന് പറഞ്ഞാൽ 6 പോയിൻ്റ് SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1350 രൂപയായിരിക്കും SL പോവുക. അതേപോലെ 30 പോയിൻ്റ് ടാർഗറ്റാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ 6750 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അതുപോലെ 50 പോയിൻ്റാണ് ടാർഗറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ 11250 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക. ഈ 3 രീതിയിലായിരിക്കും പ്രോഫിറ്റ് വരുന്നത്. ഈ 100 പോയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 22,000 ആയിരിക്കും തോന്നുന്നു. ആ രീതിയിലൊക്കെ ആയിരിക്കും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ നമുക്ക് നാളെ, ഇന്നിപ്പോൾ 2-ാം തീയതി ശനിയാഴ്ചയാണ്. ഈ വീഡിയോ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക, സൺഡേ ആയിരിക്കും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ചത്തെ ലൈവ് ട്രേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. വലിയ ലോസ്, ഹ്യൂജ് ലോസ് എന്ന് പറഞ്ഞ സംഭവം മാത്രം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കി പ്രോഫിറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഹ്യൂജ് ലോസ് എന്നുള്ള സംഭവം ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ വരാൻ ചാൻസ് ഉള്ള എന്തൊക്കെയാണ്? ചെറിയ ലോസ് വരാം, അല്ലെ ബ്രേക്ക് ഈവൻ വരാം, ചെറിയ പ്രോഫിറ്റ് വരാം, വലിയ പ്രോഫിറ്റ് വരാം. ഈ 4 സംഭവങ്ങളാണ് വരാനുള്ളത്. ആ 4 സംഭവങ്ങൾ വന്നാലും പ്രശ്നമില്ല. ചെറിയ ലോസ് ആയാലും ഒരു പ്രശ്നമില്ല, ഇങ്ങനെ റിക്കവർ ചെയ്ത് വരാൻ പറ്റും. ബ്രേക്ക് ഈവൻ ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിലാണ്. ഇനി വലിയ പ്രോഫിറ്റ് ആണെങ്കിൽ അടിപൊളി, നിങ്ങൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ ലോസ്, ഹ്യൂജ് ലോസ് എന്നുള്ള സംഭവം മാത്രം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ ഹാപ്പി ട്രേഡിങ്. ഇനി പുതിയൊരു ഡേറ്റ് കാണുന്നവരെ ബൈ.